പത്തനംതിട്ട പട്ടാഴിമുക്കിലെ വാഹന അപകടത്തിൽ ദുരൂഹത. നൂറനാട് സ്വദേശിനി അധ്യാപികയായ അനുജ, ചാരുമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. അമിത വേഗത്തിലെത്തിയ ഇടിച്ചു കയറ്റിയതായാണ് പോലീസിന്റെ സംശയം. ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകരോടൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രി 10:30 അനുജയും ഹാഷിമും സഞ്ചരിച്ച കാറാണ് ഈ കാണുന്നത്. അപകടത്തിൽപ്പെട്ട കാർ ഇപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. പൂർണ്ണമായും തകർന്ന കാറിനുള്ളിൽ നിന്നും അനുജയും ഹാഷിമിനെയും നാട്ടുകാരെത്തിയാണ് പുറത്തെടുത്തത്. അനുജ തൽക്ഷണം തന്നെ മരിച്ചു. ഹാഷിം ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിൽ മരിച്ചു. മുൻസീറ്റിലായിരുന്ന അനുജ കാറിൻ ഇടിയുടെ ആഘാതത്തിൽ പുറകിലേക്ക് പോയി. അത്രയും ആഘാതത്തോടു കൂടി കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. എന്നാലും കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഇപ്പോൾ അടൂർ സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടുണ്ട്. പ്രധാന അധ്യാപക സംഘത്തോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും വിനോദയാത്ര കഴിഞ്ഞ് അധ്യാപികയായ തുമ്പമൺ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപികയായ അനുജ ഇന്നലെ മടങ്ങി വരവെയായിരുന്നു. കുളക്കടവിൽ വെച്ച് ഹാഷിം തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്നും ഹാഷിമിൻ്റെ വാഹനത്തിലേക്ക് അനുജയെ കയറ്റിക്കൊണ്ടുപോയി ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത്. ഹാഷിം ആ സമയത്ത് ഹാഷിമും അനുജയും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായ അധ്യാപികമാരോട് പറഞ്ഞത് തങ്ങൾ ബന്ധുക്കളാണ്. അനുജയും പറഞ്ഞത് തൻ്റെ ബന്ധുവായ സഹോദരനായ വിഷ്ണുവാണ് ഇത് എന്നുള്ളൊരു കാര്യമായിരുന്നു. പിന്നീട് വേഗത്തിൽ വാഹനം ഓടിച്ചു പോയത് കണ്ട് സംശയം തോന്നിയ അധ്യാപികമാർ ബന്ധുക്കളെ വിവരം അറിയിച്ചു. അനുജയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചപ്പോൾ അത്തരത്തിലൊരു ബന്ധു, ഈ വിഷ്ണു എന്ന പേരിലും ഒപ്പം തന്നെ ഈ അധ്യാപകർ പറഞ്ഞ രൂപസാദൃശ്യമൊക്കെയുള്ള ഒരാൾ തങ്ങളുടെ ബന്ധുവായിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനിടയിൽ 10:30 അപകടം സംഭവിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വിശദമായ മൊഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. പ്രഥമ ഘട്ടത്തിൽ പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് ഒരു ആത്മഹത്യാ ഉദ്ദേശത്തോടു കൂടി കണ്ടെയ്നർ ലോറിയിലേക്ക് വേഗത്തിൽ കാർ ഇടിച്ചു കയറ്റി അപകടമുണ്ടാക്കിയതാണ്. ഇരുവരും ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി ഒരു അപകടമുണ്ടാക്കിയതാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ്, സംശയത്തിലേക്കാണ് പോലീസ് ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഈ വാഹനം കണ്ട ഏനാദി പഞ്ചായത്ത് അംഗം പറയുന്നത് ഈ വാഹനത്തിനുള്ളിൽ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനം ഏനാദി ഭാഗത്ത് വെച്ച് 10 മണിയോടടുത്ത് കണ്ടു. ഇതിനുള്ളിൽ മൽപ്പിടുത്തം നടത്തുന്നതിനുള്ള സൂചനകൾ കണ്ടിരുന്നു. ഈ വാഹനത്തിന്റെ ഡോറ് 3 തവണ ദുരൂഹ സാഹചര്യത്തിൽ തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്ന, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ ഡോറുകൾ തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടിരുന്നു എന്നുള്ള ഒരു സംശയകരമായിട്ടുള്ള ഒരു കാര്യം ഈ ഏനാദിയിലെ പഞ്ചായത്ത് അംഗം പറയുകയും ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ പറയുന്നത് അമിത വേഗത്തിലെത്തിയ വാഹനം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ലോറി വേഗത കുറച്ച് തന്നെയായിരുന്നു ഓടിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട രീതിയിലായിരുന്നു വാഹനം എത്തിയിരുന്നത് എന്നും പറയുന്നുണ്ട്. വളരെ നാളുകളായിട്ട് പരിചയക്കാരാണ്, സൗഹൃദത്തിലുള്ളവരാണ് ഹാഷിമും ഒപ്പം തന്നെ അനുജയും ഹാഷിമും വിവാഹിതരാണ്. അനുജയ്ക്ക് 11 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അപകടം, ഇനി ആത്മഹത്യാ ശ്രമമാണെങ്കിൽ പോലും എന്താണ് അതിന് പിന്നിലുള്ളൊരു കാരണം എന്ന കാര്യത്തിലാണ് ദുരൂഹത നീങ്ങേണ്ടത്. അക്കാര്യത്തിലാണ് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി.